BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നഷ്ടമായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്നാ ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. Maharani Textiles Hypermarket, Footwears and Bags. Private Bus Stand സമീപം, IMA Road, തൊടുപുഴ. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം D-Mart, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ദിവസേന നേടൂ കാർ, സ്കൂട്ടർ, TV, AC, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിക്കൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. DYFI കാൽനട ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജാഥയിൽ 100 കണക്കിന് DYFI പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസ് കുടുംബയോഗം വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടന്നു. AICC വക്താവ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 12:15 കൂടി പെരുമറ്റത്ത് വെച്ചായിരുന്നു സംഭവം. പൊട്ടുവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ദമ്പതികളുടെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ചീനിക്കുഴി കല്ലറയ്ക്കൽ ബാബു ജോസഫ്, ഭാര്യ ലൂസി എന്നിവരാണ് ഞായറാഴ്ച മരണമടഞ്ഞത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ തിരുവോണ ഊട്ട് നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ തിരുവോണ ഊട്ടിൽ പങ്കെടുത്തു. Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി. DYFI ഓഗസ്റ്റ് 15 സംസ്ഥാന വ്യാപകമായി നടത്തുന്ന യുവജന പ്രതിരോധത്തിന്റെ ഭാഗമായി കാൽനട ജാഥ സംഘടിപ്പിച്ചു. നവ ലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചത്. യുവജന പ്രതിരോധം തീർക്കുകയാണ്. DYFI
ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി നിശാന്ത് വി ചന്ദൻ ക്യാപ്റ്റനായ കാൽനട ജാഥ കരിമണ്ണൂർ, തൊടുപുഴ, മൂലമറ്റം ബ്ലോക്കുകളിൽ പര്യടനം നടത്തി. പട്ടയംകവല, മങ്ങാട്ടുകവല, തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മുട്ടം ടൗണിൽ പര്യടനം സമാപിച്ചു. തൊടുപുഴയിൽ നടന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലേക്ക് RSSന്റെ തെമ്മാടിക്കൂട്ടങ്ങൾ കടന്നു വരുമ്പോ കേരളത്തിന്റെ ചെറു കോണുകളിൽ ചുവന്ന മുണ്ടുടുത്തവനെ ആക്രമിക്കുമ്പോ, ക്രിസ്തുമസ് കരോള് പാടുന്നവനെ ആക്രമിക്കുമ്പോ, MD വാസുദേവൻ നായരെ പോലുള്ളവരോട് രാജ്യം വിടണമെന്ന് പറയുമ്പോ, ജനഗണമനക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് മിസ്റ്റർ കമാലുദ്ദീൻ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് RSSന്റെ തെമ്മാടിക്കൂട്ടങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ അവസാനത്തെ പ്രവർത്തകന്റെ ശവത്തിൽ ചവിട്ടാതെ കേരളത്തിന്റെ മണ്ണിൽ RSSന്റെ സംഘപരിവാറിന്റെ വിദൂരം നടക്കുവാൻ വേണ്ടി പോകില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ജാഥയിലുടനീളം കോരിച്ചൊരിയുന്ന മഴയെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ട മുഖത്തേക്ക് കടന്നു വന്നിട്ടുള്ള പുഴയോരത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ പക്ഷപാതമെന്ന് പരാതി. കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂൾ ഭാഗത്ത് പുഴയോരത്ത് താമസിക്കുന്ന മുഴുപ്പിളിൽ ഗോപിനാഥൻ നായരാണ് പരാതിക്കാരൻ. തൊട്ടടുത്ത പുരയിടങ്ങൾക്കും മറുകരയിലും സർക്കാർ സൌജന്യമായി പുഴയോര സംരക്ഷണത്തിനായി കരിങ്കൽ കെട്ടിയെങ്കിലും ഇവർക്ക് ഭിത്തി നിർമ്മാണം ഇനിയും വൈകുകയാണ്. ജലസേചന വിഭാഗം നേരിട്ട് നടത്തുന്ന പുഴയോര കരിങ്കൽ ഭിത്തി നിർമ്മാണത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതാണെന്നും പറയപ്പെടുന്നു. ഞങ്ങൾ 2013 അപേക്ഷ കൊടുത്താണിത്. നിരവധി പ്രാവശ്യം മന്ത്രിയുടെ വീട്ടിലും ഇറിഗേഷൻ ഓഫീസിലും കയറി ഇറങ്ങിയതാണ്. ചെല്ലുമ്പോൾ ഫണ്ടില്ല നമ്മൾ തിരിച്ചു വിടുകയാണ് ചെയ്യുന്നവർ. ഞങ്ങൾ കൊടുത്തതിന് ശേഷം 116 അപേക്ഷയോളം കെട്ടിക്കൊടുക്കുകയും എല്ലാം ചെയ്തു. ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫണ്ടില്ല, ഈ ഇപ്രാവശ്യം ഫണ്ടില്ല എന്ന് നമ്മൾ തിരിച്ചയക്കുകയോ ചെയ്യുന്നവർ. ഞങ്ങൾക്കിതല്ലാതെ വേറെ വഴിയില്ല. സർക്കാർ കെട്ടിയത് ഞങ്ങൾക്ക് വേറെ യാതൊരു വഴിയുമില്ല. കെട്ടാൻ പണിയാകുമ്പോൾ ഞങ്ങൾക്ക് നോട്ടില്ലാത്ത അവസ്ഥയെത്തി. ഈ 100 മീറ്ററോളം ദൂരം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ മാത്രം 35 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് കെട്ടി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം പറഞ്ഞാൽ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് കാരണം പറഞ്ഞവർ. ഇവിടെ ചോദിക്കാമെന്നല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾക്ക്. നമ്മൾ പൈസ ഇനി അതിന് കെട്ടുന്നതിന് പൈസ കൊടുക്കാത്തതുകൊണ്ടോ അല്ല ആരും കെട്ടിക്കൊണ്ട് തരാത്ത അതുകൊണ്ടായി അതാണ് ഞങ്ങൾ കണക്ക് കൂട്ടണേ ഞങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ കെട്ടിക്കൊടുക്കുക നമ്മൾ മാത്രം ഇങ്ങനെ ഇടുകയും ചെയ്യും. എന്താ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകാത്തതില്ല. ഞങ്ങൾ മുഖ്യമന്ത്രി അതുപോലെയൊക്കെ മന്ത്രിമാർക്കെല്ലാം പരാതി കൊടുക്കുകയും. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRT ബസിന് തീപിടിച്ചു. ഉച്ചയ്ക്ക് 12:15 പെരുമറ്റത്ത് വെച്ചായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന KSRTC ബസിൽ നിന്നുമാണ് പുക ഉയർന്നത്. യാത്രക്കാരെ സുരക്ഷിതമായി മാറ്റിയതിനു ശേഷം ഫയർഫോഴ്സും പോലീസുകാരും ചേർന്ന് തീയണച്ചു. കോൺഗ്രസ് കുടുംബയോഗം ബംഗളൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടന്നു. AICC വക്താവ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് അജിംസ് ഇടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. 25,000-ഓളം ബൂത്തുകളുള്ള കേരളത്തിലെ എല്ലാ ബൂത്തുകളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഒന്നിച്ചുകൂടുക, അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടുക, മുതിർന്ന കോൺഗ്രസിന്റെ മുൻകാല നേതാക്കന്മാരെ ആദരിക്കുക, നമ്മുടെ പുതിയ തലമുറയിലെ മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ അനുമോദിക്കുക. പിന്നെ നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഒരു കുടുംബ സംഗമം. ഒപ്പം രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ സ്വയം ചില കാര്യങ്ങളൊന്ന് മനസ്സിൽ അടുക്കി വെക്കുക. ഇതൊക്കെയാണ് ഈ സമ്മേളനം. അതുകൊണ്ട് ഏറെ പ്രധാനപ്പെട്ട, ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു കൂടിച്ചേരലാണ്. ഈ കൂടിച്ചേരലിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി കുടുംബ സംഗമം എന്നാണ് നമ്മൾ ഇതിന് പേര് വിളിക്കുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെ ഇന്ന് എല്ലാ ദിവസവും ഓരോ ദിവസവും നിരന്തരമായി എല്ലാവരും പറഞ്ഞു, ഇടീ ഹൈറേഞ്ചിലൊക്കെ 300, 400, 500 പേര് പങ്കെടുത്ത സമ്മേളനങ്ങൾ, ആവേശപൂർവ്വം പങ്കെടുത്ത സമ്മേളനങ്ങൾ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സമ്മേളനം കഴിഞ്ഞ് പിരിയുമ്പോൾ വല്ലാത്ത ഒരു സ്നേഹബന്ധത്തിന്റെ അന്തരീക്ഷമായിരുന്നു.
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ല, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S. അശോകൻ, CP മാത്യു, TK സുധാകരൻ നായർ, ചാർലി ആന്റണി, KG സജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC പരീക്ഷയിൽ ഫുൾ A1 നേടിയ ഡോക്ടർ CC മേനോൻ, സ്മിത P. മേനോൻ ദമ്പതികളുടെ മകൾ ഐശ്വര്യ ലക്ഷ്മി C. മേനോനെ ചടങ്ങിൽ ആദരിച്ചു. ശക്തമായ മഴയിൽ തൊടുപുഴ മുനിസിപ്പൽ പാർക്കിലെ മരത്തിന്റെ കൂറ്റൻ ശിഖരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച രാവിലെ 5 മണിയോടെയാണ് മരത്തിന്റെ ശിഖരം അമ്പലം ബൈപ്പാസ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. ഫയർഫോഴ്സ് എത്തി മരച്ചില്ല മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മറ്റൊരു ശിഖരം ഒടിഞ്ഞു തൂങ്ങി അപകടാവസ്ഥയിലുമായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായരുടെ നേതൃത്വത്തിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന ശിഖരം മുറിച്ചുമാറ്റി. അമ്പലം റോഡിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി. KSEB ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. മരച്ചില്ല മുറിച്ചുമാറ്റുന്നതുവരെ തൊടുപുഴ പോലീസ് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. തൊടുപുഴ നഗരസഭ മുനിസിപ്പൽ പാർക്കിൽ നിന്നിരുന്ന വാഗമരം ഇന്ന് വെളുപ്പിനോടുകൂടി ഒരേക്കരം ഒടിഞ്ഞു വീഴുകയും വഴി ബ്ലോക്കാകുകയുണ്ടായി. അത് ഫയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി വെളുപ്പിന് നീക്കം ചെയ്തെങ്കിലും അതിൻ്റെ കുറേ ഭാഗം ഇരിഞ്ഞു പോകുന്നതിനെ തുടർന്നൊരു ഏക്കരവും കൂടി അപകടാവസ്ഥയിലായിരുന്നു. അത് പോലീസിൻ്റെയും KSEBയുടെയൊക്കെ സഹായത്തോടുകൂടി അത് വെട്ടി നീക്കുന്ന നടപടികളാണ്. അപകടം ഒഴിവാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ നീക്കിക്കൊണ്ടിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ദമ്പതികൾ മരിച്ചു. ചീനിക്കുഴി കല്ലറയ്ക്കൽ ബാബു ജോസഫ്, ഭാര്യ ലൂസി എന്നിവരാണ് മരണമടഞ്ഞത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. രാവിലെ വീട്ടിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതിനായി ബാബു പുറത്തേക്ക് പോയ സമയത്തായിരുന്നു സംഭവം. വൈദ്യുതി ലൈൻ പൊട്ടി വീണതറിയാതെ അതുവഴി പോയ ബാബുവിന് ഷോക്കേൽക്കുകയായിരുന്നു. ബാബുവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ലൂസിക്കും ഷോക്കേറ്റു. ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു. ശനിയാഴ്ച രാത്രിയിൽ ഇവിടെ വൈദ്യുതി വിതരണം തകരാറിലായിരുന്നു. എന്നാൽ ഈ വിവരം ആരും അറിയിച്ചില്ലെന്നാണ് വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ദമ്പതികളുടെ സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ചീനിക്കുഴി സെന്റ് മേരീസ് പള്ളിയിൽ. ലൂസി ഏന്തയാർ പാറയിൽ കുടുംബാംഗമാണ്. മക്കൾ ടോണൽ ബാംഗ്ലൂർ, കോതമംഗലം രൂപത വൈദികൻ ഫാദർ ടോജിൻ കല്ലറയ്ക്കൽ, വിദ്യാർത്ഥി SB കോളേജ് ചങ്ങനാശ്ശേരി, മരുമകൾ അനു ബാംഗ്ലൂർ. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാത്ത ഒരു സ്ഥാപനത്തിനും ലൈസൻസ് പുതുക്കി നൽകില്ലെന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പ്രത്യേക നിർദ്ദേശമാണ് ഇതിനു പിന്നിൽ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ ഇനി മുതൽ ബാർബർ ഷോപ്പുകൾക്ക് പോലും പഞ്ചായത്ത് ലൈസൻസ് ലഭിക്കുകയില്ല. മൂന്നാറിൽ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും മാലിന്യ പ്രശ്നവും രൂക്ഷമായതിനെ കണ്ടെത്തിയതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്, റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് എന്നിവയെ പ്രതിക്കൂട്ടിലാക്കി ഗ്രീൻ ട്രിബ്യൂണൽ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തങ്ങൾ അനുമതി നൽകാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതായി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ ഒരു സ്ഥാപനത്തിനും ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ ബാർബർ ഷോപ്പുകൾക്ക് പോലും ലൈസൻസ് നൽകാനാകില്ലെന്ന് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. മൂന്നാർ മേഖലയിലെ
അനധികൃത കെട്ടിട നിർമ്മാണങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങളും മുൻനിർത്തി ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രിബ്യൂണൽ സ്വമേധയ ഒരു കേസ് ചാർജ് ചെയ്യുകയുണ്ടായി. ആ കേസിൽ കേരള സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും മൂന്നാർ ഗ്രാമപഞ്ചായത്തും റവന്യൂ വകുപ്പും എല്ലാം എതിർകക്ഷികളായി ചേർത്തിട്ടുള്ളതാണ്. സത്യവാങ്മൂലം സമർപ്പിച്ച അവസരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സമ്മതപത്രമില്ലാതെ ലൈസൻസുകൾ നൽകുന്നു എന്ന് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രിബ്യൂണൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപത്രമില്ലാതെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു ലൈസൻസ് പോലും നൽകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ചെറുകിട ഹോം സ്റ്റേകൾ, കോട്ടേജുകൾ, ബാർബർ ഷോപ്പുകൾ പോലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപത്രമില്ലാതെ ലൈസൻസ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇത് പരിഹരിക്കുന്നതിനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ള പോലെ ഒരു സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് പഞ്ചായത്ത് അഭ്യർത്ഥിച്ച് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ലൈസൻസ് ലഭിക്കുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നിർബന്ധമായതോടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കൂടാതെ അനധികൃത നിർമ്മാണങ്ങൾക്കും ഇത് കൂച്ചുവിലങ്ങായി മാറും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഞ്ചായത്തിന്റെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ മൂലം പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് പരാതി. കുമാരമംഗലം പഞ്ചായത്തിലാണ് കാർഷിക ഭവന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ പലതും നഷ്ടമാകുന്നത്. 2014 വീടിന് അപേക്ഷ കൊടുത്തവർ ഇപ്പോഴും വീടിനു വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ജനങ്ങൾ പറഞ്ഞു. ഇതുവരെ ഒരു വീട് പോലും ഈ ഗ്രാമസഭയ്ക്കോ ഈ പഞ്ചായത്തിനോ പാവപ്പെട്ടവർക്ക് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വീടില്ലാത്തവർക്കും കക്കൂസില്ലാത്തവർക്കും പണി തീർത്തതിന്റെ ഒരു വൻ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി വിജിലൻസ് അന്വേഷണം തന്നെ കുമാരമംഗലത്തിന് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വീടില്ലാത്തവരുടെ ഏതൊക്കെയാണെന്ന് ഒരു റിപ്പോർട്ടിലേക്ക് 3-4 വർഷമായിട്ട് വീടിന് വേണ്ടിയിട്ട് അപേക്ഷകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. അതിലൊന്നും ഞങ്ങൾക്ക് വീടിനെ പറ്റി ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞ ലിസ്റ്റിൽ കയറി വന്നു. ലിസ്റ്റിൽ കയറി വന്ന 3-ാം സ്ഥാനത്ത് വന്നതാണ്. ഇപ്പോൾ പുതിയ ഗ്രാമസഭ കൂടിയപ്പോൾ അതിനകത്ത് ഒന്നും നമ്മുടെ ലിസ്റ്റ് പേര് വന്നിട്ടില്ല. ഇന്നലെ ഒരു ഗ്രാമസഭ ഉണ്ടായിരുന്നു. അപ്പം പുതിയ അപേക്ഷ വയ്ക്കാനാണ് പറയുന്നത്. ഇനി ഞങ്ങൾ ആരെ സമീപിക്കും? പഞ്ചായത്തിനെയോ അതെയോ ഇനി മന്ത്രിമാരെയോ ആരെ സമീപിക്കേണ്ട ഒരവസ്ഥയിലാണ് വന്നത്. ഇത് ഒരു പാവപ്പെട്ടവരൊരു വീടിനു വേണ്ടി ഇവരാരെ ആശ്രയിക്കും? എങ്ങനെ ഇവർക്കൊരു വീട് കിട്ടുമെന്നുള്ള പരിഭ്രാന്തിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. BBC ന്യൂസിന്റെ ഒരു റിപ്പോർട്ട് കുമാരമംഗലത്തിൽ നിന്നും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ തിരുവോണ ഊട്ട് നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ തിരുവോണ ഊട്ടിൽ പങ്കെടുത്തു. ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നു. എല്ലാ തിരുവോണോട്ടും ഇവിടെ നടത്തണം. അത് ഉപ്പേരി, പപ്പടം, പായസം എല്ലാം. തിരുവോണോട്ട് കഴിക്കാനായിട്ട് 100 കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. എല്ലാവർക്കും തിരുവോണോട്ട് കഴിച്ച് സന്തോഷത്തോടു കൂടി പോകുന്നു. കലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി മന്നയത്താറ്റ് ചന്ദ്രശേഖരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. തന്ത്രി മഠത്തിന്റെയും ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണോദ്ഘാടനം യജ്ഞാചാര്യൻ കാവനാട്ടി രാമൻ നമ്പൂതിരി നിർവഹിച്ചു. മലയാറ്റിലപ്പു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം എന്നിവ നടന്നു. ഇന്ന് രാവിലെ 6:30 ഭാഗവത പാരായണം, വൈകിട്ട് 6:30 ദീപാരാധന, ഭജന, 7 ഭാഗവത പ്രഭാഷണം. സപ്താഹയജ്ഞം 13 സമാപിക്കും. ദിവസവും ഉച്ചയ്ക്ക് പ്രസാദമുട്ട് ഉണ്ടായിരിക്കും. അതിനുശേഷം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നിയന്ത്രണം ചെയ്യുന്നതൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ ഓരോ നാടിൻ്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ അധപ്പതിക്കുക അല്ലെങ്കിൽ ജീർണത സംഭവിക്കുക എന്ന് പറഞ്ഞാൽ
സർവദോഷാവഹം നടാം എന്നാണ് പറയുന്നത് ജീർണത. അങ്ങനെ ജീർണത സംഭവിച്ചാൽ എല്ലാവർക്കും സകല വിധത്തിൽ ദോഷം സംഭവിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ക്ഷേത്രം ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒന്നുമില്ലാത്ത ഒരു മനോവേദന അനുഭവപ്പെട്ടിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം പൂർവ്വപുണ്യ പരിഭാഗം കൊണ്ട് ഇതൊരു മഹാക്ഷേത്രമായി തന്നെ തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പഴയകാലത്ത് മഹാക്ഷേത്രം തന്നെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനുണ്ട്. ഓണം അടുക്കാറായപ്പോഴേക്കും പച്ചക്കറികളുടെ വില കുതിച്ചുയരുന്നു. ഉള്ളിക്കും സവോളയ്ക്കും വില വർദ്ധിച്ചു തുടങ്ങി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തക്കാളിക്ക് പിന്നാലെ രാജ്യത്ത് ഉള്ളി വിലയും കുതിച്ചുയരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഉള്ളി മൊത്തവിപണിയായ ലാസൽഗാവ് ചന്തയിൽ 2 ദിവസത്തിനിടെ മൊത്തവില ഇരട്ടിയായി. ചില്ലറ വിപണിയിലും അതിന്റെ പ്രതിഫലനമുണ്ടാവും. ലാസൽഗാവ് മൊത്ത വിപണിയിൽ ശനിയാഴ്ച കിൻഡലിന് 2300 രൂപയ്ക്കാണ് സവാള വിറ്റത്. വ്യാഴാഴ്ച വരെ 1200 രൂപയ്ക്ക് കച്ചവടം നടന്ന സ്ഥാനത്താണിത്. ജൂലൈ ആദ്യം കിൻഡലിന് 500 രൂപയായിരുന്നു വില. കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കിൻഡലിന് ശരാശരി 1000 രൂപയായിരുന്നു വില. രാജ്യത്ത് ഏറ്റവും അധികം ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. 2ാം സ്ഥാനത്തുള്ള കർണാടകത്തിൽ മഴക്കുറവിനെ തുടർന്ന് ഉൽപ്പാദനം തീരെ കുറഞ്ഞു. രാജസ്ഥാനിലും ഗുജറാത്തിലും കനത്ത മഴയിൽ കൃഷി നശിച്ചു. അതിനാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉള്ളിയെയാണ് രാജ്യം ആശ്രയിക്കുന്നത്. ലാസൽഗാവ് വിപണിയായിരിക്കും വരും മാസങ്ങളിൽ ഉള്ളി വില നിർണ്ണയിക്കുക. ഇത് മുൻകൂട്ടി കണ്ട് വ്യാപാരികളും ചില കർഷകരും ഉള്ളി പൂഴ്ത്തിവെച്ചതും വില വർധനയ്ക്ക് കാരണമായി. മഹാരാഷ്ട്രയിലെ ചില്ലറ വിപണിയിൽ കഴിഞ്ഞയാഴ്ച തക്കാളി വില കിലോഗ്രാമിന് 120 രൂപ വരെ എത്തിയിരുന്നു. ലാസൽഗാവിലെ ചന്തയിൽ ഈ വർഷമാദ്യം 1 കിലോ തക്കാളിക്ക് 2 രൂപ പോലും കിട്ടിയിരുന്നില്ല. കയറ്റുമതി കുറഞ്ഞതും നോട്ട് നിരോധനത്തിൽ ക്രിയവിക്രയം നിലച്ചതുമാണ് കർഷകർക്ക് ദുരിതമായത്. അന്നത്തെ നഷ്ടം അടുത്ത വിളവിറക്കലിനെ ബാധിച്ച് വില വർധനയ്ക്ക് അതും കാരണമായി. കേരളത്തിൽ പച്ചക്കറി വിപണിയിൽ വില ഓണം അടുത്തതോടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വില കൂടുന്ന സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിലെ പല ജംഗ്ഷനുകളിലും ദിശാ ബോർഡുകൾ ഇല്ലാത്തത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുന്നു. ജംഗ്ഷനിൽ നിന്നും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ യാത്രക്കാർ പലപ്പോഴും മറ്റ് യാത്രക്കാരെയോ സമീപത്തുള്ളവരെയോ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് പലപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. പല സിഗ്നൽ ജംഗ്ഷനിലും സീബ്ര ലൈനുകൾ അപ്രത്യക്ഷമായത് ആളുകൾക്ക് വഴി മുറിച്ചു കടക്കുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. തൊടുപുഴയിലെ ട്രാഫിക് നിയന്ത്രണം അശക്തമായതോടെ ഓട്ടോറിക്ഷകൾ ടൗണിലൂടെ ചീറിപ്പായുന്നത് അപകടങ്ങൾക്ക് ഇടയാകുന്നു. ട്രാഫിക് നിയന്ത്രണം ശക്തമാക്കണമെന്നും ജംഗ്ഷനുകളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടപ്പെട്ടവർ തയ്യാറാകണമെന്നുള്ള ആവശ്യം ശക്തമാണ്. റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. PWDയും മുനിസിപ്പാലിറ്റിയും മുൻകരുതലെടുത്തിരുന്നുവെങ്കിൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. സീബ്ര ലൈനുകൾ ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായും മാഞ്ഞുപോയതുമൂലം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ആൾക്കാരിവിടെ വരാറുണ്ട്. തൊടുപുഴ ഈരാറ്റുപേട്ട പോകുന്ന വഴി മൂലമറ്റം വഴി മൂവാറ്റുപുഴ റോഡ് ചോദിച്ചുകൊണ്ട് വരുന്നു. പാല ചോദിക്കുന്നു. കൂത്താട്ടോളം പോകുന്ന വഴി ചോദിക്കുന്നു. 4 ബസ്സോട് വഴി തിരിച്ച് ചോദിച്ചുകൊണ്ട് ഒരു ദിശ ബോർഡ് ഒന്നും കറക്റ്റായിട്ട് ഇവിടെ കാണുന്നില്ല. സിഗ്നലിൻ്റെ അവിടെ ഇവിടെ തൊടുപുഴയ്ക്ക് ഡ്രൈവർമാർക്ക് ദിശയെ നേരിട്ട് കാണാവുന്ന രീതിയിൽ ഒരു ദിശ ബോർഡ് ഇരിപ്പില്ല. തൃശ്ശൂർക്ക് പോകണതിനും മൂലമറ്റത്തിനും പാലായ്ക്കും പോയിട്ട് തിരിച്ചു വന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. നേരെയായ വഴികൾ ദിശാ ബോർഡുകളൊന്നുമില്ല. ആർക്കും അറിഞ്ഞുകൂടാ. അടുത്തുള്ള കടയിലും ഓട്ടോറിക്ഷക്കാരോട് അന്വേഷിച്ചാണ് സംഭവം നടക്കുന്നത്. പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപിക മർദ്ദിച്ച് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ തടങ്കലിൽ പാർപ്പിച്ചതായി രഹസ്യവിവരം. സംഭവം അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്നത് കൈക്ക് പരിക്കേറ്റ 2 കുട്ടികളെ. ശനിയാഴ്ച രാവിലെയാണ് പൈനാവ് MRS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ വിവരം പുറത്തുവരുന്നത്. 2 ദിവസം മുൻപ് സ്കൂളിലെ അധ്യാപിക മർദ്ദിച്ചിരുന്നുവെന്നും കൈകൾക്ക് നീര് വെച്ച കുട്ടിയെ ആശുപത്രിയിലാക്കാൻ അധികൃതർ തയ്യാറില്ല എന്നുമായിരുന്നു രഹസ്യവിവരം. വിവരമറിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂളിൽ സന്ദർശനം നടത്തി. ഈ സമയം കൈകൾക്ക് പരിക്കേറ്റ 2 പെൺകുട്ടികളെ ഹോസ്റ്റലിൽ കണ്ടെത്തി. 2 കുട്ടികളും കൈ തട്ടി പരിക്കേറ്റതാണെന്നാണ് പറയുന്നത്. എന്നാൽ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ബാഹ്യസമ്മർദ്ദം മൂലമാണ് കുട്ടികൾ ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് പറഞ്ഞു. 2 പെൺകുട്ടികളും അവിടെ 3 പേരാണ് ഉള്ളത്. അവരിൽ ഒരാളെ കൂടി, മറ്റേ 2 പേരും കൂടിയില്ല. അവർക്കൊരു പ്രത്യേക കാര്യങ്ങൾ അറിയാൻ പറഞ്ഞാൽ പറയും. ഏതെങ്കിലും വന്ന് കഴിയുമ്പോൾ കൂടെ വാറ്റീസ് മാത്രമായിരുന്നു. സാറന്മാരിവിടെ ഉള്ളപ്പോൾ വന്ന് പിള്ളേരെല്ലാം കണ്ട് അവരൊരു
സൗകര്യക്കുറവും സൗകര്യമൊക്കെ നോക്കി. അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ടും കുട്ടികളോട് തുടരുന്ന അവഗണനയുടെയും ഭാഗമായി മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഉപാസനയിൽ പ്രമേഹം പ്രതിരോധവും പ്രതിവിധിയും പ്രകൃതി ചികിത്സയിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ ബാബു ജോസഫ് ക്ലാസ് എടുത്തു. ഡയറക്ടർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 180 കഴിഞ്ഞാൽ നമ്മൾ ചാടിക്ക് പേടിക്കാനും അതിൻ്റെ പേരിൽ വീണ്ടും നിരാശപ്പെടുത്താനൊന്നും നിൽക്കണ്ട. കണ്ടല്ലോ 180. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അതിനു മുമ്പുള്ള 1 മാസത്തെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താം. അതിനൊരു മാറ്റം വരുത്തി ആരോഗ്യ ജീവിത രീതിയിലേക്ക് മാറിയാൽ മതി. ഈ 180 പഴയ 120 അല്ലെങ്കിൽ 120, 80 ആ ലെവലിലേക്ക് വന്നോളൂ. നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ജീവിത രീതിയല്ല. ജീവിത രീതി കുഴപ്പമൊന്നുമില്ലായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ആഹാരവും അങ്ങനെയുള്ള കാര്യങ്ങളും കുഴപ്പമില്ലായിരുന്നു. മറ്റ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ രോഗിയായി മാറിയെങ്കിൽ ആ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയാൽ മതി. ഒരു സ്ഥായിയായ അവസ്ഥ 180 കഴിഞ്ഞാലും അതൊരു സ്ഥായിയായ അവസ്ഥ ആയിട്ടുണ്ടാവില്ല. ഒത്തുതീർപ്പില്ലാത്ത ആരോഗ്യ രക്ഷാ മാർഗങ്ങൾ പൂർണ്ണമായും ഉടനടി സ്വീകരിച്ച് രക്ഷപ്പെടുവാൻ കഴിയും. തൊടുപുഴ ഉപാസനയിൽ ഹിരോഷിമ നൽകുന്ന പാഠം എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ പ്രൊഫസർ ജോസുകുട്ടി ജെ ഒഴുകിയിൽ പ്രഭാഷണം നടത്തി. ഡയറക്ടർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബോംബിട്ടാൽ നിശ്ചയമായും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ ആഗസ്റ്റ് ഈ ബോംബിടാൻ ഉദ്ദേശിക്കുന്ന ആ ദിവസത്തിന് മുമ്പ് ആ പ്രദേശത്ത് നമുക്ക് അധികം വലിയ ആക്രമണങ്ങൾ നടത്താതെ വരും. കാരണം അവിടുത്തെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ചില ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് ഈ 5 നഗരങ്ങൾ തെരഞ്ഞെടുക്കുകയും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നാഗസാക്കി ഹിരോഷിമ നഗരത്തിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. അവിടെ ഒരു പട്ടാളത്തിന് വലിയൊരു പുറത്തായിരുന്നുകൊണ്ടാണ് ധാരാളം ജനങ്ങൾ അവിടെ അന്വേഷിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ളതാണ് ഹിരോഷിമ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥലത്തേക്കുള്ള ഒരു ബോംബിട്ടാൽ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് യുദ്ധം ചെയ്യുക എന്നതിലപ്പുറമുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് പിന്നിലുണ്ടായത്. നമുക്കറിയാം, ജർമ്മനി മെയ് 8 ജർമ്മനി ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടറിൽ ജർമ്മനി ഒപ്പുവെച്ചു. അത് കഴിഞ്ഞിട്ട് പലതവണ ജപ്പാനോട് ആവശ്യപ്പെട്ടും ജപ്പാൻ ചക്രവർത്തിയിലും ജപ്പാനിലെ ഒക്കെയുള്ള ജനങ്ങളുടെ കരുത്തിലൊക്കെയുള്ള വിശ്വാസം ജപ്പാൻ എന്നോട് സംബന്ധിച്ചത്. ജപ്പാനാണ് ഞങ്ങൾക്ക് സറണ്ടർ ചെയ്യുന്നത്. ഹിരോഷിമയിൽ ബോംബ് വീണപ്പോഴും ജപ്പാനിലെ പട്ടാള നേതാവുകൾ കണക്കൂട്ടിയപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ബോംബ് കൂടെ പോലെ മാക്സിമം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അതിനുള്ള സാധ്യതയാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി. ആളുകളെ ഉപദ്രവിക്കുന്നതും കൃഷിവിളകൾ നശിപ്പിക്കുന്നതും പതിവ് സംഭവമായി മാറി. കാട്ടാനയുടെ ശല്യമുണ്ടായ പ്രദേശങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സന്ദർശിച്ചു. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഡീൻ പറഞ്ഞു. കാട്ടാന ശല്യം എത്രമാത്രം വിനാശകരമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ ഉദാഹരണമാണ് ഈ പരസ്യക്കല്ലിൽ കാണുന്നത്. ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതിനു മുമ്പ് ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇത്തരമൊരു ദുരനുഭവം ഈ പ്രദേശവാസികളെ തേടിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥയാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് മൂലം ഇവിടെ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകൾ അതുപോലെ ജീവഹാനി വരെ സംഭവിക്കുമോ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഏറ്റവും പ്രതിഷേധകരമായിട്ടുള്ള സാഹചര്യം, ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അടിയന്തര ഘട്ടത്തിൽ അധികൃതരുടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്. വേണ്ടത്ര നഷ്ടപരിഹാരം കൃഷിനാശം ഉണ്ടായിട്ടുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം അവരുടെ അധ്വാനം പാഴായിരിക്കുന്നു. അപ്പോൾ കൃത്യമായി നഷ്ടപരിഹാരം ഉണ്ടാകണം. അതിനനുസരിച്ചുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് വരെ സമരപരിപാടികളുമായി മുൻപോട്ട് പോകും. കൃഷിസ്ഥലങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി
അടിയന്തരമായി ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം. കാട്ടാനകൾ കടന്നു കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ അതാണ് ഈ കാര്യത്തിൽ ഈ പടിക്കപ്പ് കോടിയിൽ ഈ പ്രദേശത്തെല്ലാം ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഒരു നടപടിയിലേക്ക് അധികൃതരുടെ ശ്രദ്ധ വരേണ്ടതാണ്. ജനജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി കൃഷിസ്ഥലങ്ങളും ജനജീവിതവും സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ അത് ഫെൻസിങ്ങിലൂടെയും അതുപോലെ ട്രെഞ്ചിങ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകളിലൂടെയും സാധ്യമാക്കാവുന്നതാണ്. ന്യായമായിട്ട് ആ ഒരു അടിയന്തരമായ ഇടപെടലുണ്ടാകും. കാട്ടാനകളെ ചെറുക്കാൻ വനം വകുപ്പ് പലതും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വേണ്ട രീതിയിൽ പ്രായോഗിക ഫലം ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ജനപ്രതിനിധികൾ തങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾക്ക് ഈ പടിക്കപ്പൂടിൽ ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഒരു MLA അല്ലെങ്കിൽ ഒരു MP അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. ആനശല്യം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റണില്ല. അപ്പൊ ആരും തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ആന ചവിട്ടി കൊല്ലും. അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. വേറൊന്നും. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ UDF ഭരണം നിലനിർത്തി. 8 സീറ്റുകളിൽ UDFും 5 സീറ്റുകളിൽ LDFും വിജയിച്ചു. അനൂപ് VS, G സായിത്തുപാടം, ജെയിൻ അഗസ്റ്റിൻ, ടോജോ പോൾ, KV തൊമ്മച്ചൻ, ബേബി തോമസ്, ബൈജു വറവുങ്കൽ, ലിയോ കുന്നപ്പിള്ളിൽ, ജെയ്സൺ ചെമ്പോട്ടിക്കൽ, ആൻസി ജോസ്, നൈസി ജോസഫ്, രേഖ സുരേഷ്, EM അയ്യപ്പൻ എന്നിവരാണ് വിജയിച്ചത്. മണക്കാട് പെരിയാമ്പ്ര വഴി വഴുത്തലയ്ക്ക് KSRTC ബസ് അനുവദിച്ചു. നീണ്ടകാലത്തെ യാത്രാക്ലേശത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ആദ്യമായാണ് ഈ റൂട്ടിൽ ബസ് അനുവദിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തര ഇടപെടൽ മൂലമാണ് ഈ റൂട്ടിൽ ബസ് അനുവദിച്ചത്. ഇതിനായി വേണ്ട ഇടപെടലുകൾ നടത്തിയ പഞ്ചായത്ത് ഭരണസമിതിക്കും KSRTC ബോർഡ് അംഗം CV വർഗീസിനും DYFI മണക്കാട് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി പ്രമോദ്, പ്രസിഡന്റ് സുഭാഷ് എന്നിവർ നന്ദി അറിയിച്ചു. ബസിന്റെ ആദ്യ സർവീസ് പുതുപ്പരിയാരം പെരിയാമ്പ്ര റൂട്ടിൽ ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് വരവേറ്റത്. തുടർന്ന് കവലിയിൽ ജനകീയ സ്വീകരണവും നൽകി. നിരവധി നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. മറയൂർ തലയാർ എസ്റ്റേറ്റിൽ കാട്ടാനയെ ചത്ത നിലയിൽ കണ്ടെത്തി. പാറയിൽ നിന്നും വഴുതി വീണ് ചത്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. വനം വകുപ്പ് മേൽനടപടികൾ സ്വീകരിച്ചു. മറയൂർ തലയാർ എസ്റ്റേറ്റിലെ പാറയിൽ നിന്നും വഴുതി വീണ കാട്ടാന തേയിലക്കാടിനിടയിലേക്ക് മുഖമിടിച്ച് ചത്ത നിലയിലാണ് കാണപ്പെട്ടത്. ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ പാറയുടെ സൈഡിൽ നിന്നും വഴുതി വീണതാണെന്ന് കരുതുന്നു. 30 വയസ്സുള്ള പിടിയാനയാണ് ചത്തത്. 3 ആനകളാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇതിലൊരെണ്ണമാണ് ചത്തത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞയാഴ്ച മൂന്നാറിൽ JCB ഉപയോഗിച്ച് വിരട്ടിയോടിച്ച ആനയും ചെരിഞ്ഞിരുന്നു. ഇതിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ തലയാർ എസ്റ്റേറ്റിലും കാട്ടാനയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി BJP ബൂത്ത് തലം മുതൽ മുകളിലേക്കുള്ള പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്പൂർണ്ണ പ്രവർത്തക സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ഇതോടൊപ്പം മെഡിക്കൽ ക്യാമ്പുകൾ, കലാകായിക മത്സരങ്ങൾ, പിന്നോക്ക ഗ്രാമങ്ങൾ ദത്തെടുത്ത് BJP MPമാരുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, രക്തദാന ക്യാമ്പുകൾ എന്നിവ നടത്തുവാനും തീരുമാനിച്ചു. BJP ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് KN ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവർത്തക യോഗം BJP ഇടുക്കി പാർലമെന്റ് മണ്ഡലം കൺവീനറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PA വേലുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ, K കുമാർ, ശ്രീനഗരി രാജൻ, KN പ്രകാശ്, OS വേണു എന്നിവർ സംസാരിച്ചു. തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെയും വനിതാ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ജലജ ശശി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് ധർമാംഗത കൈമൾ,
സെക്രട്ടറി SN ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ സ്വാഗതവും വനിതാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സിന്ധു രാജീവ് കൃതജ്ഞതയും പറഞ്ഞു. ജനഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ കേരളീയ സമൂഹം തയ്യാറായി എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഈ കർക്കിടക മാസത്തിലെ ഈ രാമായണ മാസാചരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇന്ന് രാമായണത്തിൻ്റെ ഈരടികൾ ഉയരുന്നുണ്ട്. എല്ലാ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. ഏത് നേതാവ് ആഹ്വാനം ചെയ്താലും ആഹ്വാനം ചെയ്തില്ലെങ്കിലും കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ കുടുംബങ്ങളിലേക്ക് ഇത് ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നിത്യ പാരായണ ഗ്രന്ഥമായിരുന്നു രാമായണം. പക്ഷേ പിന്നീട് ആ രാമായണത്തിൻ്റെ ആ തത്വങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ കാലത്തിൻ്റെ മാറ്റം കൊണ്ടാണോ രാമായണവും പിന്നോട്ട് പോയെങ്കിലും രാമായണത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്നുള്ള മാർഗം സാധിച്ചില്ല. കാരണം ഭാരതീയ ജനജീവിതത്തിൻ്റെ ഉൾത്തുടുപ്പാണ് രാമായണം. അത് ജാതി മതാതീതമായിട്ടുള്ളതാണ്. ഭാരതമെന്ന് പറയുന്നതിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് രാമായണത്തിലൂടെയാണ്. ഇന്ന് നമ്മുടെ അതിരുകളല്ല യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ അതിരുകളായിട്ടുണ്ടായിരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്തോനേഷ്യയിലും രാമായണമുണ്ട്, ജാക്കർത്തയിലും രാമായണമുണ്ട്, ശ്രീലങ്കയിലും രാമായണമുണ്ട്. ഇവിടെയെല്ലാം ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഭാരതത്തിലെ ജനങ്ങളെ ഒന്നാക്കി തീർക്കുന്ന മഹത്തായ ഒരു സാംസ്കാരിക ചരിത്രം രാമായണത്തിനുണ്ട്. ഇപ്പോൾ 5000 വർഷത്തോളം അപ്പുറത്തായിട്ടുള്ള വാൽമീകി രാമായണമാണെങ്കിൽ ഇന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ ഈ പാരായണം ചെയ്യുന്ന ഈ രാമായണം ഉണ്ടായിട്ട് 500 വർഷമേ ആയിട്ടുള്ളൂ. ദീപം കുടുംബശ്രീ യൂണിറ്റ് റെഡീമർ സംഘത്തിന്റെ സഹകരണത്തോടെ ചിപ്പിക്കൂൺ കൃഷി പരിശീലനം വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ ഐശ്വര്യ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7592803389. കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ജൈവ കർഷകരെ ആദരിക്കുന്നു. താൽപര്യമുള്ളവർ ബുധനാഴ്ചയ്ക്കകം കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ബിസിനസ് വാർത്തകൾ. ഹീറോ മോട്ടോർ കോർപ്പ് ലിമിറ്റഡിന്റെ അംഗീകൃത വിതരണക്കാരായ ചേന്നാട്ടുമറ്റം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തൊടുപുഴ ടോപ്പ് ഗിയർ ഹീറോയുടെ ഓണത്തോടനുബന്ധിച്ചുള്ള അഡീഷണൽ സെയിൽസ് കൌണ്ടർ വെങ്ങലൂരിൽ പ്രവർത്തനം തുടങ്ങി. തെക്കേടത്ത് ടവറിൽ ആരംഭിച്ച സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനം ഏരിയ സർവീസ് മാനേജർ സുരേഷ് അറുമുഖം നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ഭദ്രദീപം തെളിയിച്ചു. സെയിൽസ് മാനേജർ കിരൺ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഇന്നത്തെ ചിന്താവിഷയം പൗലോസ് പാറേക്കരാച്ചന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചില മനുഷ്യരുണ്ട് എല്ലാ മതാനുഷ്ഠാനങ്ങളും അണുവിട തെറ്റാതെ കൃത്യമായി പാലിക്കുന്നവർ. എന്നാൽ എല്ലാ മതാനുഷ്ഠാനങ്ങളും വളരെ കൃത്യമായി പാലിച്ചാലും ഒരു മനുഷ്യന് യഥാർത്ഥ ഭക്തനല്ലാതെ ഇരിക്കാൻ കഴിയും.
എന്നുവെച്ചാൽ അനുഷ്ഠാനങ്ങളുടെ കൃത്യതയാർന്ന ആചരണത്തിലല്ല ഭക്തിയുടെ അളവുകോൽ ഇരിക്കുന്നത്. ചില യഥാർത്ഥ ഭക്തന്മാർ മതാനുഷ്ഠാനങ്ങൾ പലതും കൃത്യമായി പാലിച്ചു എന്ന് ഉറപ്പില്ല. പക്ഷേ അവർ യഥാർത്ഥ ഭക്തരാണ്. അനുഷ്ഠാനങ്ങളുടെ നിഷ്ഠയിലും കൃത്യതയിലുമല്ല ഒരാളുടെ ഭക്തി അളന്നെടുക്കേണ്ടത്, അയാളുടെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ ഉള്ളുകളിലുമാണ്. ഇത് പ്രകടനത്തിൻ്റെ കാലമാണ്, എന്തും ഏതും പ്രകടിപ്പിക്കുക. എന്നാൽ പലപ്പോഴും പ്രകടനത്തിന് അപ്പുറം ഇതിന് മാനം കാണാറില്ല. ഭക്തനടുത്ത് ജീവിതം നയിക്കാത്തവർ ഭക്തൻ്റെ ജീവിതം അഭിനയിച്ചു കാണിച്ചാൽ ആൾ ഭക്തനാകില്ല. ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ പലപ്പോഴും നാം അഭിനയിക്കുന്നത്. ചെയ്യുന്നതെന്തും ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നുവെങ്കിൽ ഒട്ടും കൃത്രിമത്വം ഉണ്ടാകില്ല അതിനകത്ത്. ചിലരുടെ ഭാഷകൾ കൃത്രിമമാണ്, ചിലരുടെ മുഖഭാവങ്ങൾ കൃത്രിമമാണ്, ചിലരുടെ നടപടികൾ മുഴുവനും കൃത്രിമമാണ്. അവരുടെ നടപടികളും അവരുടെ ഭാഷയും അവരുടെ ഭാവവുമൊക്കെ അവരെ ഭക്തരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ഭക്തരാകണമെന്നില്ല. എന്നാൽ മറ്റു ചിലരുടെ ശബ്ദം പരുക്കനായിരിക്കും, മുഖഭാവം അത്ര നല്ല പ്രസന്നത നിറഞ്ഞതായിരിക്കില്ല, അവരുടെ ജീവിതശൈലിയും പലപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും. പക്ഷേ ദൈവം നോക്കുമ്പോൾ അവരുടെ തികഞ്ഞ ഭക്തയോ ആയിരിക്കും. ഓർക്കുക, പ്രകടനങ്ങളിലല്ല ഭക്തി അടക്കം ചെയ്യപ്പെട്ടത്. അനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ പാലിക്കുന്നതിലല്ല ഭക്തിയുടെ മാനദണ്ഡം. നമ്മുടെ ഭക്തി ദൈവം സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ശ്രദ്ധാപൂർവം നമുക്കൊരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറയ്ക്കൽ. ചരമവാർത്തകൾ. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഞറുക്കുറ്റി കിഴക്കേതിൽ ജോസ്വില്ലിയിൽ KJ വർഗീസ് 78 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. സംസ്കാര ചടങ്ങുകൾ മകൻ ബിജോയുടെ മുതലക്കുടത്തെ വസതിയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഭാര്യ അച്ചാമ്മ വർഗീസ് റിട്ടയർഡ് ടീച്ചർ ഗവൺമെന്റ് HS കലയന്താനി കരിങ്കുന്നം കരിങ്കുറ്റിയിൽ കുടുംബാംഗം. മക്കൾ ബിജി വർഗീസ് മാന്നാനം, ബിജോയ് വർഗീസ് മുതലക്കുടം, ബോബി വർഗീസ് UK. മരുമക്കൾ സജി പന്തലുപറമ്പിൽ, ജൂലി ബിജോയി മാനില കുറുമ്പനാട്, ബീന ജോബി വടക്കേക്കര ചെമ്മണ്ണാർ. കോളപ്ര ഓലിക്കൽ ഗോപാലകൃഷ്ണൻ 58 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ ഏനാനല്ലൂർ കണ്ണാംകുന്നേൽ ലീല, മക്കൾ ജിതിൻ ജിനേഷ്. ഇളംദേശം പനക്കപ്പറമ്പിൽ മുഹമ്മദ് റാവുത്തർ 71 വയസ്സ് നിര്യാതനായി. റിട്ടയർഡ് KSRTC ഡ്രൈവറും ബീന ബസ് മുൻ ഡ്രൈവറുമായിരുന്നു. കബറടക്കം നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2650 രൂപ, വെള്ളി ഗ്രാമിന് 39.90 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 133 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 128 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DYFI കാൽനട ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജാഥയിൽ 100 കണക്കിന് DYFI പ്രവർത്തകർ പങ്കെടുത്തു. കോൺഗ്രസ് കുടുംബയോഗം വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടന്നു. AICC വക്താവ് PC ചാക്കോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീ പിടിച്ചു. ഉച്ചയ്ക്ക് 12:15 കൂടി പെരുമറ്റത്ത് വെച്ചായിരുന്നു സംഭവം. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ദമ്പതികളുടെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ചീനിക്കുരി കല്ലറയ്ക്കൽ ബാബു ജോസഫ്, ഭാര്യ ലൂസി എന്നിവരാണ് ഞായറാഴ്ച മരണമടഞ്ഞത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകത്തിലെ തിരുവോണ ഊട്ട് നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ തിരുവോണ ഊട്ടിൽ പങ്കെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.